റെഡി. വണ്ടി വേണം, തിരിച്ചു വരാൻ വേണ്ട. മുത്ത് വണ്ടി എടുക്കും. ആ വണ്ടി എടുത്തിട്ട് പോവാം. കാറോ? കബീറ ഹംസപ്പ മാഷ് കുളിച്ചു. Jerking. आप बने കുറേ കാര്യങ്ങൾ ആൽപ്പറമ്പ് ചെയ്യാത്തതുണ്ടല്ലോ.
തിബ്ബ KMCC ജനറൽ സെക്രട്ടറി നാസർ കലമ്പറമ്പിൽ ആരാർപ്പണം അർപ്പിക്കുകയാണ്. ഒന്ന് പേര് വെച്ചോട്ടാ. ഹലോ, ഓക്കെ, പ്ലക്കാണ്. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. സലീം മാഷിക്ക് അഭിവാദ്യങ്ങൾ. സലീം മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ. അഭിവാദ്യങ്ങൾ 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 അഭിവാദ്യങ്ങൾ. സലീം മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ. സലീം മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ. മുസ്ലിം ലീഗ് സിന്ദാബാദ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്. മുസ്ലിം ലീഗ് സിന്ദാബാദ്. തുറന്നു പോകണം. എന്നാൽ 2 മിനിറ്റ് എടുക്കുമോ? ഇല്ലല്ല, ഞങ്ങൾ മെല്ലെങ്കിൽ നടക്കാം. പ്ലക്കാർഡ് നിങ്ങൾ രണ്ടാളും പിടിച്ച ഉഷാറാവുന്നതാണ്. ദിവസങ്ങൾ നടക്കാണ്ടെങ്കിൽ നടക്കണ്ടേ? ദിവസങ്ങൾ നടക്കാണ്ടെങ്കിൽ ഞങ്ങൾ അടിക്കൂല. കമ്പനിക്കാർ
മാഷ 2 വാക്ക് പറയും പ്രതിഷേധത്തിൻ്റെ. ഈ കോവിഡ് വ്യാപനം ലോകമാകെ സാമ്പത്തിക മേഖലയെയും വ്യാപാര മേഖലയെയും അപ്പാടെ തകർത്ത് സമ്പൂർണ്ണ അടച്ചിടലിൽ കഴിയുന്ന ഘട്ടത്തിലും ദിനേനയൊന്നോണം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വാനം മുട്ട ഉയരുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പ്രീമിയം പെട്രോളിന് 100 കടന്നിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പ്രതിഷേധവുമായി നടന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കാളിയാവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരമാണ് നടക്കുന്നത്. എന്തായാലും നിങ്ങൾ കാണിച്ച ഈ ഐക്യദാർഢ്യത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കാണ് കേട്ടോ. നോക്കണോ അവിടെ പി പി കിറ്റ് എടുക്കാം. കുറച്ച് കണ്ട് വന്നിട്ട് സംസാരിക്കാം. ഒന്നുകൂടി ഇങ്ങനെ പറഞ്ഞാൽ മതി. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കോവിഡ് പ്രതിസന്ധി മൂലം ലോകം മുഴുവൻ അടച്ചിടപ്പെട്ട ഒരു സാഹചര്യത്തിൽ വ്യാപാര സ്ഥാപനങ്ങളും വഴിയോര കച്ചവടക്കാരും നിത്യവൃത്തിക്ക് ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട് പ്രയാസമനുഭവിക്കുന്ന ഈ ഘട്ടത്തിലും രാജ്യത്തിൻ്റെ ഭരണാധികാരി നരേന്ദ്രമോദിയും BJP സർക്കാരും ഈ രാജ്യത്തെ ജനങ്ങളോട് ഏറ്റവും വലിയ ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിനേന എന്നോണം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ട് പ്രീമിയം പെട്രോളിന് കേരളത്തിൽ 100 പിന്നിട്ട ഘട്ടത്തിലാണ് ഒരു പ്രതിഷേധ സമരവുമായിട്ട് ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇന്ന് വ്യാപകമായി പ്രതിഷേധ സമരങ്ങൾ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് രാജ്യത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്ന് നാട്ടുകളിലെ എൻ്റെ വീട്ടിൽ നിന്നും പടിഞ്ഞാറപ്പാലോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് നടന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിക്കുന്ന രാജ്യത്തെ മുഴുവൻ ജനങ്ങളോടും ഐക്യപ്പെടാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരം നടക്കുന്നത്. ചെറിയൊരു പ്രതിഷേധ സമരം
പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രയാസം അനുഭവിക്കുമ്പോൾ അയാളൊക്കെ നയിക്കപ്പെടുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കണ്ടപ്പാടി അമ്പലംകുന്നെത്തി. എത്തും. ഇത് ബാഗ് മുത്താനെ ഞാൻ വിളിച്ചു. ഇനി പെട്രോളിയം വിലവർദ്ധനയ്ക്കെതിരായുള്ള പ്രതിഷേധ സമരമാണ്. വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള നടത്തം. അതുണ്ടോ നാട്ടിലുണ്ട് ചോദിച്ചാൽ എന്തെങ്കിലും ഞാൻ വരാൻ പറഞ്ഞാൽ ഇതിലൊരു പഞ്ചായത്ത് സമരം വണ്ടി കൊണ്ടാക്കാൻ പറ്റുമല്ലോ. സമരമാണല്ലോ. ഞാൻ നിങ്ങളെ കാര്യം ആലോചിച്ചിട്ടാ. വീട്ടിലാ കുഞ്ഞുട്ടി എവിടെ കൊടുക്കുന്നു പോവാ? അമ്പലം വന്നിട്ട് യുവജനയാത്രയുടെ സമയത്ത് എന്ത് വെയിലായി. കാരണം അല്ല ഞങ്ങൾ പഞ്ചായത്തിൽ പോയി അവിടെ അഞ്ച് സാനിറ്റൈസർ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് എനിക്കോ പിന്നെ എൻ്റെ മെമ്പറുണ്ട്. എൻ്റെ മെമ്പർക്കാണ് ഫസ്റ്റ്. പിന്നെ രമേശ് മാണ്ട് ഓൺലൈനല്ലേ. നിങ്ങൾക്കൊക്കെ ഓഫ്ലൈൻ കൂടെ അല്ലേ? നിയമസഭയിൽ കൂടാണ്ട് എന്താ നിങ്ങൾക്ക് ഓഫ്ലൈനിപ്പോൾ കൂടിയിരുന്നു. എല്ലാ ദിവസം മുന്നിലാണ് ഉന്തിക്ക ശരി.
സലീമാഷാണ് എവിടെ പാലോട്ടുണ്ടോ? ഞാൻ ഒരു പ്രതിഷേധമായിട്ടൊന്ന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് നടക്കണം. ജസ്റ്റ് അവിടെ നിന്ന് കയറി പാലത്തോ നമ്മുടെ കടൽ സെൻറ്ററിൻ്റെ അവിടുത്തെ തന്നെ സിമെൻറ്റ് റോഡിൻ്റെ അവിടെ എന്തായി അഭിപ്രായം നമുക്കില്ല. അത് വേറെ വിഷയം. അത്രേ ഉള്ളൂ. അത് 11ാം വാർഡിലാണ്. ഇവിടെ 4ാം വാർഡ് മുന്നിൽ തന്നെയാണ്. നിങ്ങളത് അംഗീകരിച്ചു അത്രേ ഉള്ളൂ. അവിടെ ഇപ്പോഴല്ലേ വണ്ടി പോലെ അത്ര അർജന്റില്ല. വേണ്ടിയിട്ടാണ് ആ ടാങ്ക് മുട്ടുമുട്ടുമ്പോൾ വിചാരിക്കണം. ഓനങ്ങളെ വളരെ നമ്മള് കെട്ടില്ല. അയ്യോ ഒന്ന് വിളിക്കോ കരിമാജി പാലോട് സെന്ററിലേക്ക് എത്തണോ
ഒന്നും വേണ്ട, നേരെ എങ്ങനെ പറയാം, ഞാൻ വേറെ ആളുണ്ടോ അന്ന് വേണ്ട, നിങ്ങൾ നേരെ കൊണ്ടേ കൊടുത്തേ പറഞ്ഞാൽ മതി. ആരാച്ചല്ല സുബൈർ വിളിച്ചു പറഞ്ഞാണ് നിങ്ങൾക്ക് ഇവിടെ തരാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞാൽ മതി. ബാക്കി ആരാന്നുള്ളത് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കരീമാജി ആരാധന അറിയിച്ചു. പെട്രോൾ വേണ്ടാത്ത പ്രതിഷേധമാണ്. നമുക്കിന്ന് പഞ്ചായത്തിൽ കൊണ്ടാലോ? പെട്രോളിയം വിലവർധനയ്ക്കെതിരായുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായിട്ട് വ്യത്യസ്തമായ രീതിയിൽ, പരമ്പരാഗത രീതിയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിൽ ഇവിടെ പാലോടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പെട്രോൾ ആവശ്യമില്ലാത്ത രീതിയിലൊരു സൈക്കിൾ സ്കൂട്ടിയുടെ ഫ്രണ്ട് ഭാഗം ഫിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഈ രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ നമ്മളിപ്പോൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പ്രതിഷേധ സൂചകമായിട്ട് നടന്നു പോകുന്നു. ജാമിയ മില്ലിയയിലെ പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് വിദ്യാർത്ഥി അസറുദ്ദീനാണ് ഈ സൈക്കിള് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവരും ഈ സമരത്തിൽ കൂടെ ചേരുകയാണ്. നമുക്ക് ആ വണ്ടി ഓട്ടി പോവാം. അവിടെ കാത്തിട്ടുണ്ട്. അത് മുന്നിലാണ് ഞങ്ങൾ ബാക്കിൽ നിന്ന് അകലം പാലിച്ചു. അകലം അകലം 1 മീറ്ററാണ് അകലം. ശരി, ഏറ്റവും മുമ്പിൽ എങ്ങനെ ലേബിളിൽ പിന്നെ
പ്രതിഷേധമാണ്. ഓഫീസിലേക്ക് നടക്കാം. അല്ലല്ല, വേറൊരു ഫോമുണ്ട്. അതിൽ സാക്ഷ്യപത്രത്തിൻ്റെ ഒരു ഫോമൊക്കെ അതിൽ അഡീഷണൽ വരുന്നുണ്ട് തോന്നുന്നു. ഇന്ന് പഞ്ചായത്ത് ഉണ്ടെങ്കിൽ 10 പ്രിന്റ് എടുത്തതായി ഇപ്പോൾ എടുത്തുണ്ട്. ഞാൻ തന്നെ അവിടെ എടുത്തു രഘുവിനോട് ചോദിച്ചാൽ മതി. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കച്ചനാട്ടുകരയിലുള്ള കച്ചനാട്ടുകരയിലുള്ള സാധാരണക്കാരായ ജനങ്ങളോട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും തെറ്റായ നയം മൂലം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ദിവസേന വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെട്രോളിൻ്റെ വില കേരള സംസ്ഥാനത്ത് തന്നെ 7 ജില്ലകളിൽ 100 കടന്നു എന്നുള്ളതാണ് ഇന്ന് പത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ പെട്രോൾ വില വർധനയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തച്ചനാട്ടുകര പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ബഹുമാന്യനായ KPM സലീം മാസ്റ്റർ അവർകൾ അദ്ദേഹത്തിൻ്റെ വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് നടന്ന് പഞ്ചായത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഞാൻ അറിയിപ്പിക്കുകയാണ്. ഈ സമര പരിപാടിയിൽ ഇവിടെയുള്ള തച്ചനാട്ടുകരയിലുള്ള UDFൻ്റെ അതുപോലെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമര പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാവിധ സഹായസഹകരണങ്ങളും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ഈ സമര പ്രഖ്യാപനത്തിന് വേണ്ടി രണ്ട് വാക്ക് കാൽനടയായി പ്രതിഷേധിച്ചു വരുന്ന നമ്മുടെ ചെറിയമാറ്റർക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും. അലിമാഷെ നിങ്ങളവിടെ നിൽക്കി ഇവര് ഒന്ന് ബാക്കിൽ നിന്ന് ആൾ മാറി. ഇതിൻ്റെ ഭാഗമുള്ള വണ്ടിയാണ് ഈ സമരത്തിൽ ചേരാനുള്ള വണ്ടിയാണ്. അല്ലേ ഇന്ന് നിങ്ങൾ മാത്രമായിട്ടൊരു ഫോട്ടോ കിട്ടാൻ ഒന്നും കൂടെ ആ റോഡ് നിങ്ങളെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മറ്റേ വണ്ടി ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടേ അത്
അതാ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ കുറേ ആളുകൾ ചെയ്തില്ല, നമ്മൾ വാങ്ങിയ ചിലപ്പോൾ സാധനമൊക്കെ വിടും. ബലൂണ് കെട്ടിയാൽ മതിയായിരുന്നു അല്ലേ ടയറിന്റെ അവിടെ? റിസ്ക് ഉണ്ടോ കേട്ടോ, റിസ്ക് ഉണ്ടോ? എന്താ വണ്ടി പോണോ? ശേഷാകലം പാറ്ററി അത് ഒരു പരിപാടി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എമ്മറൗണ്ട് ഇറങ്ങാറാവുന്നത് മുന്നില് ബാലൻസ് വണ്ടി കൊണ്ടു വാ. കാണാൻ ശരീഫിനെ വിളിച്ചു. ഒരു പാലക്കാട് ജില്ലയിലാണ് 300 ആൾക്കാർ. ബ്ലോക്കിൽ മണ്ണാക്കാട് ബ്ലോക്കിൽ ഞാൻ അന്വേഷിച്ചോട്ടാണ് 10-12 ആൾക്കാർ. ആ സ്ഥലം എന്താണ് ഹെഡ് മാസ്റ്റർ ഇത് റെഡിയാക്കിയിട്ട് അത് റെഡിയാക്കി പിന്നെ വിളിച്ചു. ഫോമിൻ്റെ കയ്യിലുണ്ട്, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം കേട്ടോ. നാളെ തന്നെ റെഡി ആയിരിക്കും. ക്ലാസ്സൊക്കെ എച്ചപ്പോൾ തുറന്നില്ല, എന്ത് തുറന്നില്ല പറഞ്ഞാൽ സ്കൂളൊക്കെ തുറന്നപ്പോഴല്ലോ ഓഫീസിലുണ്ടോ? ആ ഓഫീസിലൊക്കെ ആളുണ്ട്, സ്കൂളൊക്കെ ഓഫീസിലാണ്. അത് ഉണ്ടാക്കിയിട്ട് പിന്നെ വിളിക്കാം കേട്ടോ.
പെട്രോൾ വില വർധന പഞ്ചായത്ത് ഓഫീസിൽ കയറല്ലേ രമേശ് ഓക്കെ ഓക്കെ അഭിവാദ്യങ്ങൾ 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 സലീം മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ സലീം മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ 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 സലീം മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ സലീം മാസ്റ്റർക്ക് അഭിവാദ്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിവാദ്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിവാദ്യങ്ങൾ പെട്രോൾ വിലയിൽ പ്രതിഷേധിച്ച് പെട്രോൾ വിലയിൽ പ്രതിഷേധിച്ച് നടന്നു വന്ന സലീം മാസ്റ്റർ നടന്നു വന്ന സലീം മാസ്റ്റർ അഭിവാദ്യങ്ങൾ 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 MSFിന് അഭിവാദ്യങ്ങൾ MSFിന് അഭിവാദ്യങ്ങൾ യൂത്ത് ലീഗിന് അഭിവാദ്യങ്ങൾ യൂത്ത് ലീഗിന് അഭിവാദ്യങ്ങൾ 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 CP സുബൈറിന് അഭിവാദ്യങ്ങൾ CP സുബൈറിന് അഭിവാദ്യങ്ങൾ 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 പ്രിയപ്പെട്ട പത്തനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം മാസ്റ്റർ, ബഹുമാനായ 4ാം വാർഡ് മെമ്പർ MC രമേശ്, ഈ ഒരു പെട്രോൾ വില വർധനക്കെതിരെ പ്രസിഡന്റ് സമരം നടത്തിയപ്പോൾ അതിൻ്റെ കൂടെ ആനയിച്ചെത്തിയ പൊതുപ്രവർത്തകരായ കുഞ്ഞാമ സാഹിബ്, ജലീൽ മാസ്റ്റർ, അതുപോലെ കബീർ അണ്ണാങ്കൊടി, മുത്തു മുറിയങ്കണ്ണി, ഉമ്മർ ചോലശ്ശേരി, പ്രിയപ്പെട്ട KMCCയുടെ നേതാവ് ഉൾപ്പെടെയുള്ള ഷാവുല്, ഒരുപാട് പേരുണ്ട്. കാരണം ഈ സമരം സലീം മാസ്റ്റർ 9 മണിക്ക് പ്രഖ്യാപിച്ചപ്പോഴേക്കും ഈ ഒരു ലൈവിൽ കണ്ടതോടുകൂടി ഈ സമരത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പെട്രോളിൻ്റെ വില കൂട്ടിക്കൂട്ടി ഇന്ന് സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെല്ലാം ടാക്സ് ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനതയെ സംരക്ഷിക്കണമെന്നാണ് ഈ ഒരു മഹത്തായ പ്രതിഷേധത്തിലൂടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഇതിനെ ആനയിച്ച എല്ലാവരും ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഒരു സമയത്ത് 2-3 രൂപ കൂടിയപ്പോൾ മോട്ടോർ സൈക്കിൾ ഏറ്റിയും ഇഞ്ചൻ വണ്ടി തള്ളിയും അതുപോലെ തന്നെ ട്രാക്ടർ തള്ളിയും നടത്തിയ ഉള്ളിസുരെ പോലെയുള്ള ചില BJP നേതാക്കന്മാർ ഇന്ന് വില കൂടിയപ്പോൾ അവരുടെ എല്ലാം നാവും കൈയും കാലും പണയം വെച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ പെട്രോളിൻ്റെ വിലയല്ല നോക്കുന്നത്, അവർ കുഴൽപ്പണത്തിൻ്റെയും അതുപോലെ തന്നെ പെണ്ണുപിടുത്തത്തിൻ്റെയും ഒക്കെ കൂടെയാണ് ഇന്ന് BJPയുടെ നേതാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു സമരം നടത്തിയത് ആരെന്ന് നാം മനസ്സിലാക്കണം. ഈ ഒരു പ്രതിഷേധത്തിന് നമ്മുടെ മുന്നിൽ നിന്ന് നയിച്ചത് നമുക്കറിയാം. കച്ചിനാട്ടുകര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഹാൻഡിക്കപ്പേഡായ ഡിസബിലിറ്റി ഉള്ള ഒരു പ്രസിഡന്റാണ്. അതുകൊണ്ട് ശക്തമായി പറയുന്നു, ഈ സമരം അധികാരികളുടെ കണ്ണ് തുറക്കേണ്ടതാണ്.
അധികാരികളുടെ കണ്ണ് തുറന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള കോടിക്കണക്കിന് ജനങ്ങളുടെ സമരങ്ങൾക്ക് നേരിടാൻ BJPയുടെ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ സമരം നടത്തിയ എന്റെ ബഹുമാനനായ പ്രസിഡന്റിനെ ഞാൻ ഏറ്റവും കൂടുതൽ ആദരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഏതായാലും ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി കുഞ്ഞാമേ സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ ഇത്ര പ്രയാസപ്പെട്ടു നിൽക്കുന്ന കാലത്തും ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളോടൊപ്പം നിൽക്കാൻ മുന്നിൽ നിന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സലീം മാസ്റ്റർ, അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ആനയിച്ച സുബൈർ, അതുപോലെ MC രമേശ്, ജലീൽ മാസ്റ്റർ, യൂത്ത് ലീഗിൻ്റെ വൈറ്റുകാട് അംഗം ഉമ്മർ ചോലശ്ശേരി, അതുപോലെ പഞ്ചായത്തിലെ യൂത്ത് ലീഗിൻ്റെ നേതാവ് റഷീദ്, മറ്റു നമ്മുടെ MSFൻ്റെ മണ്ഡലം ജില്ലാ നേതാവ് കൂടിയായ കബീർ അണ്ണാന്തൊടി, അതുപോലെ നവാസ്, മറ്റു നമ്മുടെ KMCCയുടെ ഉമ്മർ, 53 മറ്റു നേതാക്കന്മാരെ, പ്രവർത്തകരെ. ഈ സമരത്തിൻ്റെ ലക്ഷ്യം ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. സമരം എന്തിനു വേണ്ടിയാണെന്ന് ഓരോരുത്തർക്കും കണ്ടാൽ അറിയുന്ന ഒരു ദിവസമാണെന്ന്. ഇന്ന് പല ഭാഗങ്ങളിലും സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് നടന്നു വന്നുകൊണ്ട് സലീം മാഷെക്കുറിച്ച് അറിയുന്നവർക്ക് അത് എത്രത്തോളം പ്രയാസമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിന് ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മൾ അതിന് മുന്നിട്ടിറങ്ങിയാൽ വിജയിക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ആണെങ്കിലും ഈ പെട്രോളിന് ദൈനംദിനം 100 ദിവസം കൊണ്ട് ഇത്ര വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തായിട്ട് 100 ദിവസം കൊണ്ട് വർദ്ധിപ്പിച്ച വിലയാണ് ഇത്രത്തോളം കൂടിയിട്ടുള്ളത്. 100 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു, സെഞ്ചുറി അടിച്ചിരിക്കുന്നു. ഇപ്പോൾ സമരത്തിന് ആരുമില്ല. അതോടൊപ്പം തന്നെ ഇതിന്റെ മുമ്പ് ഇവിടെ UDF ഗവൺമെന്റൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് പെട്രോളിന് വില വർദ്ധിച്ചപ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾ അതിനുവേണ്ട സബ്സിഡികൾ കൊടുത്തിരുന്നു. ഇന്ന് ഭരിക്കുന്ന CPM ഗവൺമെന്റ് ആണെങ്കിൽ 1 രൂപ പോലും കുറക്കാൻ തയ്യാറാകുന്നില്ല. ഈ 50 രൂപയിൽ കൂടുതലാണ് ടാക്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ എത്രയാണ് സംസ്ഥാനം വഹിക്കുന്നത് അത് എടുത്തു കളയാൻ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല. അതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ സമരത്തിന് ഈ പ്രതിഷേധത്തിന് മുൻകൈയെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീമിനെ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സലീം മാഷ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തികച്ചും അവസരോചിതമായ ഒരു സമരമാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് തൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും അവഗണിച്ചുകൊണ്ട് ഈ സമയത്ത് നടത്തുന്നത്. നമ്മളുടെ ഏറ്റവും വലിയ എല്ലാവരെയും ബാധിക്കുന്ന പെട്രോൾ ഡീസൽ വിലവർദ്ധന. ഇതിനെതിരെ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് സമരമാർഗങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള സമരമാർഗങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് നമ്മുടെ പ്രസിഡന്റ് ഒരു ചെറിയ ആഹ്വാനപ്രകാരം നടത്തിയ ഈ സമരത്തിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊക്കെ. ബഹുമാന്യരായ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥിരം സമിതി ചെയർമാൻ, എൻ്റെ പ്രിയ സുഹൃത്ത് CP സുബൈർ, ഗ്രാമപഞ്ചായത്ത് അംഗം എൻ്റെ സഹപ്രവർത്തകൻ ബഹുമാന്യനായ MC രമേശ്, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ അഭിനന്ദനായ സെക്രട്ടറി ബഹുമാന്യനായ കുഞ്ഞമുക്ക, ബഹുമാന്യനായ എൻ്റെ പ്രിയ അധ്യാപകനും തച്ചനാട് ഗ്രാമപഞ്ചായത്തിന് മുൻ ജനപ്രതിനിധിയും ബഹുമാന്യ ദേഹവുമായ ജലീൽ മാസ്റ്റർ, കബീർ ഉൾപ്പെടെയുള്ള റഷീദ്, യൂത്ത് ലീഗിൻ്റെ ബഹുമാന്യനായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ് മുസ്, അതുപോലെ തന്നെ ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ഉമ്മർ ചോലശ്ശേരി, നിയോജകമണ്ഡലം യൂത്ത് ലീഗിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ്, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ജാമിയ മില്ലിയയിലെ പ്രിയ സ്നേഹിതൻ അസറുദ്ദീൻ, അതുപോലെ ഇവിടെ സ്നേഹിതരായിട്ടുള്ള ഉമർ സാഹിബ്, ഷാഹുൽ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട MSFൻ്റെ ബഹുമാന്യരായ ഈ പാലക്കാട് പ്രദേശത്തെ നേതാക്കന്മാരെ,
എൻ്റെ ഈ കൂടെ ഈ സമരത്തിൽ അനുഗമിച്ച ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, വളരെ പ്രതിഷേധ അലയടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളും ലോകത്തുള്ള മുഴുവൻ ജനതയും ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിൽ, അതിലേറെ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ ദുരിതക്കയത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ രാജ്യത്തെ ഭരണകൂടം ഈ രാജ്യത്തെ ജനതയുടെ ജീവൻ പ്രധാനമായ പ്രശ്നങ്ങൾക്ക് നേരെയും മുഖം തിരിച്ചു നിൽക്കുന്ന വല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഈ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലുമൊക്കെ ജനങ്ങൾക്ക് മുഴുവൻ വ്യക്തമാക്കപ്പെട്ട ഒരു സംഗതിയാണ്, രണ്ട് സംഗതികളാണ് ഈ രാജ്യത്ത് ഇന്ന് അപകടകരമായ രീതിയിൽ സാധാരണക്കാരൻ്റെ ജീവനും അവൻ്റെ ജീവിതത്തിനും പ്രയാസകരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, രാജ്യത്ത് കോവിഡിൻ്റെ മരണനിരക്ക് ഏറ്റവും ഭീകരമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരള സംസ്ഥാനത്തിൽ പോലും 10,000-ന് മുകളിലേക്ക് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ പ്രയാസം അനുഭവിച്ചുകൊണ്ട് രോഗബാധിതരായിക്കൊണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഒക്കെ ജനവിരുദ്ധമായ ചില സമീപനങ്ങൾ കടന്നു പോകുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്കേറെ പ്രയാസമുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. എന്താണ് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്? ഈ ദുരിതം കൊണ്ട് ഈ രാജ്യം മുഴുവൻ അടച്ചിടപ്പെട്ട സാഹചര്യങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലും ട്രിപ്പിൾ ലോക്ക്ഡൌണുകൾ നിലനിൽക്കുന്ന സാഹചര്യം, വീടിൽ നിന്ന് പുറത്തേക്ക് ജനങ്ങൾക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത ഏറ്റവും പ്രയാസകരമായ, ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരിതം നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു, ഫാക്ടറികൾ അടച്ചിടപ്പെടുന്നു, ഓഫീസുകൾ അടച്ചിടപ്പെടുന്നു. അതുപോലെ തന്നെ നിത്യവൃത്തിക്ക് കൂലിവേലക്ക് പോകുന്ന ആളുകൾക്ക് പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി അയൽവാസിയുടെ തൊടിയിൽ പോയിട്ട് അവന് ജോലി ചെയ്യാനുള്ള സാഹചര്യം പോലും നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ എവിടെ നോക്കി നിൽക്കുകയാണ്? റോമാ നഗരം കത്തിച്ചാമ്പലാകുമ്പോ വീണ വായിച്ച ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതിനേക്കാൾ ദുർഘടമായ, അതിനേക്കാൾ പ്രയാസകരമായ, അതിനേക്കാൾ ഏറ്റവും അപലപനീയമായ, അതിനേക്കാൾ ഏറ്റവും പരിഹാസ്യമായ രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടവും നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വന്നതിൽ പ്രിയപ്പെട്ടവരെ പറയേണ്ടി വന്നിരിക്കുന്നു. എന്താണ് രാജ്യത്തിന്റെ അവസ്ഥ? ഈ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാനത്തിൽ പ്രീമിയം പെട്രോളിന് ഇന്നലത്തോടുകൂടി 100 സെഞ്ചുറി അടിച്ച ഒരു ഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ രാജ്യം നിൽക്കുന്നത്. സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുൻ ഗവൺമെന്റുകൾ നമുക്ക് മാതൃകയായിട്ടുണ്ട്. ഈ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ, അതുപോലെ തന്നെ ഡീസലിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ വില വർദ്ധിച്ചപ്പോൾ ആ വില വർധനവിന്റെ അധിക വരുമാനം ഇല്ലായ്മ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവന് ആശ്വാസം നൽകിയ ഗവൺമെന്റുകൾ, ഭരണകൂടങ്ങൾ ഈ കേരള സംസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടത്തിന് ആ നികുതി വരുമാനം ഒഴിവാക്കിക്കൊണ്ട് 5 രൂപയുടെ പോലും വരുമാനമില്ലാത്ത പാവപ്പെട്ടവൻ മരണത്തോട് മല്ലിടുന്ന ഈ ഘട്ടത്തിൽ, അന്നത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഈ ഘട്ടത്തിൽ അവർക്കൊരാശ്വാസം നൽകാൻ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കിട്ടുന്ന അധിക വരുമാനം വേണ്ടെന്ന് വെക്കാൻ കേരള സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. അതിന്റെ ഭാഗമായി ഈ 2 സംസ്ഥാനങ്ങളുടെയും ജനവിരുദ്ധ സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം പേറുന്ന, കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന ആ പാവപ്പെട്ട ഇന്ത്യയിലെ ജനതയോട്, ഇന്ത്യയിലെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോട് ഐക്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് മുൻകൂട്ടി തീരുമാനിച്ചെടുത്തതല്ല. ഇന്ന് രാവിലെ പ്രതിഷേധത്തിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങളും അതുപോലെ പ്രതിഷേധ സമരങ്ങളുടെ വാർത്തകളും ഒക്കെ പത്രങ്ങളിൽ കണ്ടപ്പോ എന്തുകൊണ്ട് ഞാൻ അതിൽ പ്രതിഷേധത്തിൽ പങ്കാളിയാവണം? തീർച്ചയായും എനിക്കിവിടെ കരണീയമായിട്ടുള്ളത്, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ എന്റെ ഔദ്യോഗിക വാഹനം ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ നിന്നിറങ്ങി പഞ്ചായത്ത് ഓഫീസിലേക്ക് വരാനുള്ള എന്റെ ഔദ്യോഗിക വാഹനം ഇന്നൊഴിവാക്കിക്കൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എന്റെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള എന്റെ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടന്നുകൊണ്ട് ഇന്ത്യയിലെ സങ്കടപ്പെടുന്ന, ഇന്ത്യയിലെ പ്രയാസപ്പെടുന്ന, ഇന്ത്യയിലെ ദുരിതം പേറുന്ന ജനങ്ങളോടൊപ്പമാണ് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഈ സമരത്തിൽ ഞാൻ അണിചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സുദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഈ പ്രതിഷേധത്തിൽ അതിശക്തമായി രാജ്യമെമ്പാടും ആളിക്കത്തുന്ന പ്രതിഷേധ സമരത്തിൽ ഞാനും പങ്കാളിയാകുന്നു. നിങ്ങളോട് ഐക്യപ്പെട്ട്, നിങ്ങളോടൊപ്പം ചേർന്ന്, നിങ്ങളുടെ തോളോട് ചേർന്നുകൊണ്ട് ഈ സമരത്തിൽ അതിന്റെ അവസാനം വരെ ഞങ്ങളുണ്ടാകും, ജനപ്രതിനിധികൾ ഉണ്ടാകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് ആവേശം പകർന്ന, എന്റെ കൂടെ നിന്ന, എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകിയ പ്രിയപ്പെട്ട എന്റെ പാർട്ടി പ്രവർത്തകന്മാർ, ഈ നാട്ടിലെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ആളുകൾ, ഈ നാട്ടിലെ സർവ്വകക്ഷികളിൽപ്പെട്ട പ്രിയപ്പെട്ടവർ, അവർക്കെല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
ഒരു മിനിറ്റ് അപ്പോൾ ഓഫീസ് ഓഫീസ് അത് പുറത്ത് കൊടുക്കും